ഗ്രാഫിക് ഡിസൈനിലെ പ്രധാനപ്പെട്ട ഒരു വിഷ്വൽ എലമെൻറ്റായ സ്പേസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്താണ് സ്പേസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയയാണ്. അതായത് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് കുറേ ഒബ്ജക്റ്റ് നമ്മുടെ ഒരു ഡിസൈൻ്റെ അകത്ത് വെക്കുകയാണ്. ആ ഒരു ഒബ്ജക്റ്റ് അല്ലാതെ ബാക്കിയുള്ള ഏരിയയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിസൈന് ഒരു ബാലൻസും ഒരു യൂണിറ്റിയൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ സ്പേസ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കാരണം നമ്മുടെ ഡിസൈൻ്റെ അകത്ത് ഒരുപാട് സബ്ജക്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ കുത്തി നിറയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഡിസൈന് ഭയങ്കര ബോറാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്പേസ് വേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സ്പേസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് സ്പേസ്, രണ്ട് നെഗറ്റീവ് സ്പേസ്. പോസിറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈനിൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്, മെയിൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലമാണ് പോസിറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞാൽ. നെഗറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ എം ടി ആയിട്ട് കിടക്കുന്ന ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്പേസാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സ്പേസിനെ ഒരു ഫിഗറായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നെഗറ്റീവ് സ്പേസിനെ ഒരു ഗ്രൗണ്ടായിട്ട് കണക്കാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ റിലേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് കോമ്പോസിഷൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ ഭയങ്കര അലങ്കോലമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലൊരു ബാലൻസ് വേണം. പോസിറ്റീവ് സ്പേസ് നെഗറ്റീവ് സ്പേസ് തമ്മിൽ ബാലൻസ് ഉണ്ടായിരിക്കണം എപ്പോഴും. ഒന്ന് കൂടിയാലോ മറ്റൊന്ന് കുറഞ്ഞാലോ പ്രശ്നമാവുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെ സ്പേസ് നമ്മുടെ ഡിസൈനിൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് സ്പേസും ഉണ്ട് നെഗറ്റീവ് സ്പേസും ഉണ്ട്. അത് തമ്മിലൊരു ബാലൻസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് കൂടാനോ കുറയാനോ പാടില്ല. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് സ്പേസിൽ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിലോട്ടൊരു അറ്റൻഷൻ കിട്ടത്തുള്ളൂ. ഒരു കോൺട്രാസ്റ്റ്, അവിടെ ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കാം, ടെക്സ്റ്റേഴ്സ് ഉപയോഗിക്കാം, ഷേപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പല സൈസിലുള്ള സബ്ജക്റ്റ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ ഒരു അറ്റൻഷൻ കൊണ്ടുവന്നാൽ മാത്രമേ പോസിറ്റീവ് സ്പേസിൽ ഒരു വിഷ്വൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 2 ഡയമെൻഷണൽ ഡിസൈൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്കാണെങ്കിൽ ഒരു ഡെപ്തോ ഒരു സ്പേസൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഷേപ്പുകൾക്കൊക്കെ നമുക്കാണെങ്കിൽ ഒരു പ്രത്യേക എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ സീന് ഒരു ഡെപ്തോ അല്ലെങ്കിൽ ഒരു സ്പേസൊക്കെ കിട്ടുന്നതായിരിക്കും. ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോക്സിമിറ്റിയാണ്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈൻ്റെ അകത്ത് ഓരോ സബ്ജക്റ്റും എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആദ്യം ഇവിടെ എല്ലാം അകന്നിരിക്കുകയാണ്, ഇത് അടുത്തിരിക്കുകയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ്, കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രോക്സിമിറ്റി യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് ഓവർലാപ്പാണ്. ഒന്നിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വെക്കുന്ന രീതിയാണിത്. ഇപ്പോൾ ആദ്യത്തേൻ്റെ മുകളിലാണ് ഇത് വെച്ചേക്കുന്നത്, അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉള്ളൊരു ഫീൽ കിട്ടുന്നതാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒപ്പാസിറ്റിയാണ്. ഒന്ന് ലൈറ്ററും ഒന്ന് ഹെവിയറും ആണെന്ന് നമുക്ക് ഈ ഒപ്പാസിറ്റി വെച്ച് കാണിക്കാൻ പറ്റും. ഒരെണ്ണത്തിന് ഒപ്പാസിറ്റി കുറവാണെങ്കിൽ അത് ഒരുപാട് ലൈറ്ററായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് കാണിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് ഓവർലാപ്പ് ചെയ്ത് വെച്ചാൽ നമുക്കൊരു സ്പേസ് ഉള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നതാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ലൈറ്റും ഷാഡോയാണ്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു സബ്ജക്റ്റിൻ്റെ മുകളിൽ വേറൊരു സബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കറക്റ്റായിട്ട് ലൈറ്റും ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു 3D എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഒരു 3D എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലൈറ്റ് ഷാഡോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവാണ്. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ സബ്ജക്റ്റ് ദൂരെ ഇരിക്കുന്ന സബ്ജക്റ്റിന് സൈസ് കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിസൈനിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സ്പേസ് തോന്നിക്കുന്നത്, ഒരു ഡെപ്ത് തോന്നിക്കുന്നതായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നുള്ളത് ഡെപ്ത് തോന്നിക്കാൻ വേണ്ടിയാണ് നമുക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒപ്പാസിറ്റി കുറച്ചും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അകലത്തിരിക്കുന്നത് സൈസ് കുറച്ചുമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ നമുക്കാണെങ്കിൽ ഇതേപോലെ ഡെപ്ത് തോന്നിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതേപോലെ തെഫ്റ്റുകളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ 2 ഡയമെൻഷണൽ ഡിസൈൻ്റെ അകത്ത് ഒരു ഡെപ്തും ഒരു സ്പേസും ഒക്കെ തോന്നിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ ഈ ഒരു ഡിസൈൻ്റെ അകത്ത് നമുക്കാണെങ്കിൽ പെർസ്പെക്റ്റീവ് യൂസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. ഈ ഒരു റോഡിൻ്റെ പെർസ്പെക്റ്റീവ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ദൂരം കൂടുന്തോറും അതിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറിൻ്റെ പെർസ്പെക്റ്റീവാണ്. അതൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു റോഡ് നിൽക്കുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്പേസിൻ്റെ നെഗറ്റീവ് സ്പേസിൻ്റെ യൂട്ടിലൈസേഷനാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓവറായിട്ട് പോസിറ്റീവ് സ്പേസും വന്നിട്ടില്ല, നെഗറ്റീവ് സ്പേസും വന്നിട്ടില്ല. അതൊരു ബാലൻസിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ഈ ഒരു ഡിസൈൻ ഒരു വിഷ്വൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കാണെങ്കിൽ പോസിറ്റീവ് സ്പേസ് നെഗറ്റീവ് സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെയാണ് ഒരു വിഷ്വൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇവിടെ ഇതിൻ്റെ എഡ്ജ് ഭാഗത്ത് ഈ ഒരു ഷേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടും ജോയിൻ, പോസിറ്റീവ് ഇത് നെഗറ്റീവ് സ്പേസ് ആണ്, ഇത് പോസിറ്റീവ് സ്പേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ജോയിൻ ആവുന്ന ഭാഗത്ത് ഈ ഒരു ഡോഗിൻ്റെ ഒരു ഫിഗർ കൊണ്ടുവന്നതോടെ മൊത്തത്തിൽ ആ ഒരു സബ്ജക്റ്റ് കാണിക്കാനും പറ്റി, മൊത്തത്തിലൊരു വിഷ്വൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇത് എഫക്റ്റീവായിട്ട് പോസിറ്റീവ് സ്പേസ് നെഗറ്റീവ് സ്പേസ് യൂട്ടിലൈസ് ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ ഒരു ഡിസൈന് ഒരു എലഗൻറ്റ് ലുക്ക് കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്പേസിൻ്റെ നെഗറ്റീവ് സ്പേസിൻ്റെ യൂട്ടിലൈസേഷനാണ്. ഇവിടെ പോസിറ്റീവ് സ്പേസും നെഗറ്റീവ് സ്പേസും കറക്റ്റായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓവറായിട്ട് പോസിറ്റീവ് സ്പേസും വന്നിട്ടില്ല, നെഗറ്റീവ് സ്പേസും വന്നിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ ബ്ലാങ്ക് ആയിട്ട് ഇടാതെ ഇവിടെ കുറച്ച് ടെസ്റ്റ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെയറിന് ഡെപ്ത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഷാഡോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല എലിഗൻ്റ് ആയിട്ടൊരു ലുക്കാണ്. നമ്മൾ എപ്പോഴും കാണുന്ന, എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരുപാട് വൈറ്റ് സ്പേസ് ഉണ്ട്. അതിനനുസരിച്ച് നല്ല കോൺട്രാസ്റ്റുള്ള കളറുകളും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിലൊരു എലഗൻറ്റ് ലുക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷാഡോസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സബ്ജക്റ്റ് ഉപയോഗിച്ച് ഡിസൈൻ അങ്ങ് കുത്തി നിറയ്ക്കാതെ നല്ല രീതിയിൽ വൈറ്റ് സ്പേസ് യൂട്ടിലൈസ് ചെയ്ത്
ഡിസൈന് നല്ലൊരു ലുക്ക് കൊണ്ടുവന്നതിന് നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ.